ഹായ് 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 ചങ്ങാമറ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഞാൻ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:30 ആയിട്ടുണ്ട്. ഇന്നലെ എൻഗേജ്മെൻറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരുപാട് നേരം വൈകിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്ന് കിടക്കുന്നത്. ഇപ്പോൾ എണീറ്റ് ചായ കാപ്പി കഴിഞ്ഞ് ചായ കുടിച്ചു. ആരും ഉണ്ടാവും ചായ കുടിക്കണം. അവിടെ എനിക്കൊന്ന് നേരില്ല പോയോക്കട്ടെ. ആടി പോകാൻ നമുക്ക് പണിയെടുക്കാൻ പോവാം. പണിയെടുത്താലേ പരിപാടി നടക്കുള്ളൂ. ചങ്ങാമറ അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട്. അങ്ങാടിയിൽ വണ്ടികളൊക്കെ കുറവാണല്ലോ, ലൈനിലൊക്കെ വണ്ടി കുറവുണ്ട്. എന്ത് പറ്റി, എന്തുകൊണ്ട്? ഈ വണ്ടിന്റെ മുന്നിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിന് ഈ വണ്ടി മാറണം. വണ്ടി നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ. അപ്പോ രാവിലെ തന്നെ ഓട്ടം ഉണ്ടായോ? അതാരും ഇറങ്ങിയിട്ടില്ല. ഇന്നലെ ഞായറാഴ്ച ആയിട്ട് എല്ലാവരും ലീവിന്റെ ക്ഷീണത്തിലാണോ? നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഞായറാഴ്ച ആയാലും എല്ലാവരും വരലുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടായി കിട്ടിയിട്ടാ. കഴിഞ്ഞിട്ടും നമുക്ക് 30 കിട്ടിയത്, പക്ഷെങ്കിൽ മൊത്തം 60 കിട്ടി. ഇപ്പൊ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പൊ ആളുകൾ കൂടുതലായിട്ട് സീബ്ര ലൈനിലൂടെ തന്നെയാണ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുകള് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അവർ വീണ്ടും വീണ്ടും അതിലെ നടക്കുള്ളൂ. ഏതിൽ പോയാലും ഒരേപോലെ ആണെങ്കിൽ പിന്നെ ഇപ്പോ ആളുകൾ എന്തായാലും സീബ്ര ലൈനെ നോക്കൂല, ഏതിലും വേണമെങ്കിലും ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആളുകൾ, ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നതാണ്, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഇരുന്ന് കാണുന്നതാണ്, ആളുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 60 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടാ. 3 പേരെ മടക്കവും കിട്ടിയായിരുന്നു. 30 രൂപയുടെ ട്രിപ്പ്, അങ്ങനെയാണ് 60 രൂപ. 60 രൂപ ആദ്യത്തെ കൈനീട്ടൊക്കെ കിട്ടി, ഷെയറായിട്ടുണ്ട്. ഒരു വണ്ടിയിൽ ആളില്ല, ആളുണ്ട് എന്ത് വരുന്നുണ്ടവൻ വേട്ടവളിയായിട്ട് വരുന്നുണ്ട്. ചങ്ങാമറ ചെറുകോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു ലുലു ബേക്കറി, ഒരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് 4 കിലോമീറ്റർ പോന്നിട്ടുണ്ട്. 90 രൂപയാണ് 4 കിലോമീറ്റർ ദൂരത്തേക്ക്. 4 കിലോമീറ്ററിന് ഞങ്ങൾ മേടിക്കുന്ന വാടക എന്ന് പറയുന്നത്. എന്നോട് എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ. ഇവിടെയും ബ്ലോക്കാ, എന്താ അത്? എല്ലായിടത്തും ഒരു ബ്ലോക്ക്. എല്ലാവരും പറയാറുണ്ട് എന്നോട്, ഇങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വാടക കുറച്ച് മേടിക്കുന്നു എന്നുള്ളത്. അത് സംഭവം ചോദിച്ചാൽ ഞങ്ങളിവിടെ കിലോമീറ്ററിന് 22.50 പൈസ വെച്ചാണ് ഇത് കൂട്ടുന്നത്. പുറത്തെ ആളുകൾ, അതായത് കണ്ണൂർ, ഇപ്പോൾ ഇന്നലെ ഏതൊരു കമന്റിൽ കണ്ടു, ഇന്നലത്തെ വീഡിയോയിലും മിന്നാത്തെ വീഡിയോയിലും അറിയില്ല, കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവറാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു അവിടെ എന്താ പറയാ 5 കിലോമീറ്റർ 150 രൂപയാണ്. 5 കിലോമീറ്റർ 150 രൂപ ആവാനുള്ള കാരണം എന്താ വെച്ചാൽ 30 രൂപ വെച്ച്, കിലോമീറ്റർ 30 രൂപ വെച്ചാണ് നിങ്ങൾ കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ 30 രൂപ വെച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഞാൻ ഈ 30 രൂപ വെച്ച് കൂട്ടുന്ന ഓട്ടോ ചേട്ടന്മാരോട് അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരോട് ഞാൻ ചോദിച്ചതാണ്, നിങ്ങളുടെ ആ ചാർട്ട്, നിങ്ങൾ ആ പൈസ മേടിക്കുന്ന ചാർട്ട് ഉണ്ടാക്കുമല്ലോ നമ്മള്, ആ ഒരു ചാർട്ട് ഒന്ന് കാണിച്ചു തരും, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെങ്കിൽ ആരും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല, ആരും തന്നിട്ടില്ല അത്. അങ്ങനെ ചാർട്ട് ഉണ്ടാക്കി ആരും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിക്കോ അല്ലെങ്കിൽ വാട്സാപ്പിക്കോ ഒന്ന് അയച്ചു തരണേ. അതും ഇതും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ തീർത്തു തരാനാണ്. അപ്പൊ ഞങ്ങൾക്ക് 4 കിലോമീറ്ററിന് 90 രൂപയാണ്. 30 വെച്ച് കൂട്ടുന്നവർക്ക് 120 രൂപയായി. അതാണ് ഇതിന്റെ വ്യത്യാസം. അങ്ങനെയെങ്കിൽ ചെങ്ങായിമാരെ, ഇപ്പോൾ സമയം 11:36 ആയിട്ടുണ്ട്. ഞാനൊരു 130 രൂപയുടെ ട്രിപ്പ് വന്നതാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കരുവാറ്റക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതിന്റെ ഈ ഒരു സൈഡിലേക്ക് ഓരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക്, ഇതിന്റെ അക്കരെ പറയില്ല, നമ്മൾ ഇതിന്റെ അക്കരയ്ക്ക് വന്നിരുന്നു കേട്ടോ. ഇത് 130 രൂപയുടെ ട്രിപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത്, ഇതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ തെരഞ്ഞു നടന്ന് പിടിച്ച് കിട്ടിയതാണ് നമുക്ക് തന്നെ ആ ഒരു റൗണ്ട് 130 രൂപ കിട്ടുകയും ചെയ്തു. അതായത് കൊള്ളാം. മഴയ്ക്ക് സാധ്യത ഉണ്ട് കേട്ടോ. വെയിലില്ലാത്ത കാലാവസ്ഥയാണ്, മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. മഴ പെയ്യുമല്ലെന്ന് അറിയില്ല. ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴ പെയ്തേക്കണം. അതിൻ്റെതായിട്ടുള്ള ഒരു റോഡിൽ ചെറിയ നനവ് കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ വണ്ടിയിൽ കയറിയിട്ടില്ല. ബ്രോ എന്നോട് ചോദിച്ചു, ഇനി യാത്രയില്ലേ, എന്ത് പറ്റി, എന്തത്രയും ഒരു ലോങ്, ഇത്രയും ടൈം എടുക്കണം, എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേങ്കിൽ യാത്ര ഉണ്ട്, യാത്ര നമ്മൾ നിർത്തിയതല്ല, നമ്മൾ ട്രാവലിങ് നമ്മൾ നിർത്തിയതല്ല. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് നമ്മൾ പോകാൻ പറ്റാത്തതാണ്. അതൊന്ന് ഇല്ലാന്നാണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമോ, എങ്ങനെയും തട്ടിക്കൂട്ടി ഞാൻ യാത്ര പോകും. എൻ്റെ യാത്രകളൊക്കെ അങ്ങനെ തന്നെ, തട്ടിക്കൂട്ടിയിട്ട് ഞാൻ ഇറങ്ങും. എൻ്റെ കയ്യിൽ ഇപ്പം ഇറങ്ങുമ്പോൾ ഒരു 10,000 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു വർഷം നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പോകാൻ പറ്റുമെന്നാണെങ്കിൽ എന്തായാലും പോകും. പക്ഷേങ്കിൽ പ്ലാൻ ഉണ്ട്.
നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുവാണ്. പ്ലാന് ഏതാണ്ടൊക്കെ ഒരു 60% ആ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എന്താണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, എത്ര ദിവസം നമ്മൾക്ക് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വരും, ഒരു ഏകദേശം രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് മുഴുവനാവണം, ആ ഒരു പ്ലാൻ മുഴുവനാക്കാനുണ്ട്. അത് ഏതാണ്ട് പെട്ടെന്ന് തന്നെ മുഴുവനാക്കാൻ പറ്റും പ്ലാൻ അല്ലേ, പക്ഷെ എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായതുകൊണ്ട് ഞാൻ സ്ലോയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്ലാൻ കൂടി എനിക്കുണ്ട്. നമുക്ക് എന്തായാലും യാത്ര പോകണം. യാത്ര പോവാതെ നിന്നിട്ട് എനിക്ക് തന്നെ ഒരു ശ്വാസം മുട്ടലുണ്ട്. അതങ്ങനെയാണ്, യാത്ര പോയി ശീലിച്ചു കഴിഞ്ഞാൽ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും കുറച്ച് ദിവസമൊക്കെ ഇരിക്കാൻ വേണ്ടി വെക്കുള്ളൂ. പിന്നെ ഒരു വീർപ്പുമുട്ടലാണ്. ഈ റോഡ് എന്ന് പണി തുടങ്ങിയിരിക്കണം അറിയാം. ഞാൻ അതിന് മുമ്പ് കാണിച്ചതാണ്. താളിയംകുണ്ട് റോഡാണ്, വാണിയപ്പേട്ടിൽ നിന്നും താളിയംകുണ്ട് ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഈ റോഡ് ടാറിങ് നടന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. എന്താ പറയാ, ഇപ്പോഴും ബ്ലോക്കാണ് ടൗണിൽ. കുറച്ച് ദിവസമായി ഇപ്പൊ ഇങ്ങനെ തന്നെ. അത് കാണിച്ചു തരാം, ബ്ലോക്കല്ലേ, ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാനിവിടെ ഒരു ഹോട്ടലുണ്ട്. ഈ മുന്നിലുള്ള ഓട്ടോറിക്ഷ നമ്മുടെ സ്റ്റാൻഡിലെ ചന്ദ്രേട്ടനാണ്. അപ്പൊ ചന്ദ്രേട്ടനോട് ഞാൻ രാഗ്യം കാണിച്ചു. ചന്ദ്രേട്ടനോട് ചെയ്താക്കി ഹോട്ടലിൽ നിന്ന് ഓരോ പൊറോട്ട കഴിക്കാൻ ഏത് സമയം 12:10 12:15 ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് ചാവടിച്ചില്ലേ, വിശക്കാം, ഒരു പൊറോട്ടയിൽ കഴിക്കാം. മുടിഞ്ഞ ബ്ലോക്കാണ്, അറിഞ്ഞില്ലേ, മുടിഞ്ഞ ബ്ലോക്കാണ്, കണ്ടില്ലേ, ഒരാഴ്ച അനങ്ങണില്ല. ഈ ബ്ലോക്കിന് കാരണം എന്താ വെച്ചു, കാരണം വേറെ ഒന്നുമല്ല, പെരുന്നാൾ എടുക്കാറായി, അതുപോലെ തന്നെ വെക്കേഷനും കഴിയാറായി. അപ്പൊ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ടൗണിലാണെങ്കിൽ പോലീസുകാരില്ലതാണ്, സെൻട്രലിൽ പോലീസുകാരില്ല, അതൊക്കെ തന്നെ ഈ ബ്ലോക്ക്. വീട്ടിൽ സമയം 2 മണി. ഇവിടെ ഫ്രിഡ്ജ് തുറക്കണ്ട ആരോ എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഒന്നുമില്ലല്ലോ, ഒന്നുമേ ഇല്ലേ. എന്നാ ചോറ്, സാമ്പാറും ചോറും തിന്നാൻ നോക്ക് കൂലിയാവും. ഉണ്ടാക്കി തിന്നാൻ പറ്റൂല. അത് ഈ നല്ല രീതിയിൽ ഭണ്ഡാരികൾ ഉണ്ടാക്കുന്നൊരു ഉപ്പുണ്ടല്ലോ, അങ്ങനെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നേരം വരെ ഓടിയത്. ഓട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയുക, ബ്ലോക്കൊക്കെ ഒന്ന് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഓടാൻ വേണ്ടി പറ്റിയില്ല. 400 വൈക്കൊരു 160 കുറവുണ്ട്. 560 ഉറുപ്പ്യൊക്കെ അപ്പം നമ്മൾ സിനിമ പൈസ അല്ലേ? ടി വിയിൽ പൈസ അല്ല. സദ്യ മുട്ടയും. ഞാൻ വെറും മുട്ടയും, എനിക്ക് വേണ്ട സദ്യ. ഞാൻ ഇന്നലെ ചിക്കൻ കപ്പ് തിന്നിട്ട് ക്ലിയർ ആയില്ല, ക്ലിയർ ആവാണ്ട്. ഓക്കെ, 2:50 2 മണി ആ റേഞ്ചിലാണ് ഞാൻ വീട്ടിൽ, അല്ല 2:10 ഞാൻ വീട്ടിൽ എത്തുന്നത്. ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാം, വേറെ പ്രത്യേകിച്ച് ഒന്നും. ഉറങ്ങാനേ കിടക്കാൻ നിന്നാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയാൽ പിന്നെ ഒന്നാമത്തെ മാതിരിയാവും, പണിയാവും. വൈകുന്നേരം വരെ കൂടെ ഉറങ്ങിയാലേ ആ ദിവസം പോയി കിട്ടും. നല്ല വെയിലിട്ടാ, ഏത് നേരത്തെ നല്ല വെയിലാണ്. ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം വേറെ പ്രശ്നം എന്താ വെച്ചാൽ സ്റ്റാൻഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കഴിയൂല. ഞങ്ങളുടെ സ്റ്റാൻഡിലേക്ക് കറക്റ്റാണ് സൂര്യപ്രകാശം വരിക. അപ്പൊ നല്ല ചൂട്, നല്ല വെയിൽ അനുഭവപ്പെടും. വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കാൻ തന്നെ കഴിയില്ല. ഉച്ച വരെ ഓക്കെയാണ്, ഉച്ച വരെ വണ്ടിയിൽ ഇരിക്കാൻ നല്ല സുഖമാണ്. ഞങ്ങളുടെ വണ്ടൂർ പഞ്ചായത്തിന്റെ ഇതിൽ വണ്ടർഫുൾ വണ്ടൂർ എന്നാണ് ഇവിടുത്തെ ശുചീകരണ ടീം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഇവിടെ നാട്ടിൽ തൊഴിലുറപ്പുകാരും ക്ലബ് മെമ്പർമാരും എല്ലാവരും പാടെ ഈ ഒരു ഞങ്ങളുടെ വാർഡ് ക്ലീൻ ചെയ്തതാണ്. അത് മാത്രമല്ല, ഓരോ ഏരിയയിലായിട്ട് വെച്ചിട്ടുണ്ട് മെമ്പറുടെ നേതൃത്വത്തിൽ. അത് ഞങ്ങളുടെ വാർഡിൽ മാത്രമല്ല, എല്ലാ വാർഡുകളിലും ഉണ്ട്, എല്ലാ ഏരിയകളിലും. വണ്ടൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വേസ്റ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡുള്ള ചെറിയ കുറ്റിക്കാടുകളൊക്കെ, ചെറിയ പുല്ലുകൾ കാര്യങ്ങളൊക്കെ മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മഴക്കാലത്തിന്റെ മുന്നോടിയായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാ പ്രാവശ്യം ഉണ്ടാവലുണ്ടോ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്രാവശ്യം അത് ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ട്. എല്ലാ വാർഡിലും നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൗൺ ഏരിയ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. മുന്നിലാണ് നമുക്ക് അടുത്ത ട്രിപ്പ്. എങ്ങോട്ടായിരിക്കും? ഉച്ചവരെ 500 എത്രയോ പറഞ്ഞാൽ 550 അല്ലേ, 560. ഉച്ചവരെ 560. ഉച്ചയ്ക്ക് ശേഷം ഒരു 600 കൂടെ അടിക്കുകയാണെങ്കിൽ അല്ലേ പൊളിക്കില്ലേ? 550 ഒരു 500 നമുക്ക് അതിന് പറ്റുന്ന ഒരു നല്ലൊരു ട്രിപ്പായിരിക്കണം ഇനി വരേണ്ടത്. നല്ല വെയിലാണ്, ഞാൻ പറഞ്ഞില്ലേ. ഈ ഒരു നേരത്തെ ഇവിടെ വണ്ടിയിൽ ഇരിക്കാനാണ് ഭയങ്കര ടാസ്കിൻ്റെ മേലെ വേണ്ട. ഇതൊക്കെ ആകെ ചൂടാവും, സീറ്റ് ചൂടാവും, സീറ്റിലിരിക്കാൻ വേണ്ടി കഴിയില്ല, പൊള്ളും, ചാന്തി പൊള്ളും.
അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാലും ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നോക്കാം. ആദ്യത്തെ ട്രിപ്പ് ഉച്ചയ്ക്ക് ശേഷം 30 രൂപയാണ്. അപ്പൊ ഞാൻ ഇതിപ്പോ വന്നിട്ടുള്ളത് 1.5 കിലോമീറ്റർ കഴിയും. 1.5 കിലോമീറ്റർ കഴിയും പറഞ്ഞാൽ 1 കിലോമീറ്ററും 600 മീറ്റർ ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിലല്ല, മിനിമം ചാർജ് റേറ്റ് കൂട്ടണം, ഓട്ടോ ചാർജ് കൂട്ടണം, ഡീസലിന് വില കൂടി, സ്പെയർ പാർട്സിന് വർക്ക്ഷോപ്പിലെ ചാർജ് എല്ലാം കൂടി, എന്തിനേറെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഐറ്റംസിനും വില കൂടി. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ഓട്ടോറിക്ഷക്കാർ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിനിമം ചാർജ് മിനിമം ഒരു 40 രൂപയെങ്കിലും ആക്കി ഉയർത്തണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അഭിപ്രായമല്ല, അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ ഈ പുതിയ സർക്കാരെങ്കിലും ഇതിന്റെ റേറ്റ് ഒന്ന് കൂട്ടിക്കണമെങ്കിൽ മിനിമം ചാർജ് 40, കിലോമീറ്ററിന് ഒരു 30, ആ റേഞ്ചൊക്കെ പിടിക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെ. എന്താ ചെയ്യണേ, എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട്. ഒരു ഓട്ടോ ചാർജിൽ മാത്രം ഇങ്ങനെ കമ്മി വരുത്തിക്കഴിഞ്ഞാൽ ഞങ്ങളും സാധാരണക്കാരല്ലേ, സാധാരണക്കാരുള്ള ഓട്ടോറിക്ഷ വിളിക്കുക. ഈ ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുന്നവരും സാധാരണക്കാരാണ്. അവിടെയാണ് വിഷയം. നമുക്കിപ്പോ ഞാൻ 1.5 കിലോമീറ്റർ, അതായത് മൊത്തം 3 കിലോമീറ്റർ ദൂരം 30 രൂപയാണ് നമുക്കുള്ള ചാർജ് കിട്ടുന്നത് അപ്പ് ആൻഡ് ഡൗൺ കൂട്ടുമ്പോഴേക്ക്. അപ്പൊ അവിടേക്കാണ് നമുക്കത് 40 രൂപയെ കിട്ടുമ്പോഴേക്ക് അത് നമുക്കൊരു ആശ്വാസമാണ്. കിട്ടണ്ടേ, ആക്കി തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായി. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 5:05 ഈ നേരം വരെ വേറെ ഷോർട്ടോ കാര്യം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോന്റെ ലെങ്ത് കൂട്ടും എന്നുള്ള അഭിപ്രായമുണ്ട്. തൽക്കാലം ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ പോട്ടെ, ഒരു 15, 19, 20 താഴത്തേക്ക് ഇങ്ങനെ ആ റേഞ്ചിൽ പിടിക്കുകയാണ് ഞാൻ തൽക്കാലം. യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്കത് കൂട്ടാം. നാട്ടിലേക്കാണ് ഒരു ലോക്കൽ കിട്ടിയത്. പാലിക്കുട്ടി പാഞ്ഞു കയറിയിട്ടുണ്ട്. ചായ വേണ്ട, പിന്നെ ചായ ആണെങ്കിൽ എനിക്ക് ഈ ചായ കുടിച്ചിട്ട് കാര്യമില്ല. ഈ നേരത്ത് നല്ല സ്ട്രോങ് ആയിരുന്നു. അത് വാങ്ങാം. ഓക്കെ, 5 മണി ആയിന്നാ അടുത്തപ്പോ. ആര്യക്ക് തലയില് ചെമ്പരത്തിയാതി എണ്ണയാണ് തേക്കാറ്. അപ്പൊ അത് കഴിഞ്ഞു എല്ലാരിയാ. പിന്നെ എങ്ങനെ ഓക്കെ, ഒരു ഹോൺ. ബൈ. എന്നാ പിന്നെ ഞാൻ വീണ്ടും അങ്ങാടിയിലേക്ക് തന്നെ കേട്ടാ. അപ്പൊ അവളുടെ എണ്ണ വാങ്ങണം, ടിവിത്തെ പൈസ കഴിഞ്ഞാൽ അത് കയറ്റണം. എന്തേലൊക്കെ ഒന്നുണ്ടായാ പിന്നെ ഒരു 3-4 ഒരുമിച്ച് കയറാം. കറണ്ട് ബില്ല്, വെള്ള ബില്ല്, TV, അങ്ങനെ എല്ലാം. സമയം 6:35. ഒരു ഫോൺ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക്. അവിടെ പോയി എടുത്താലും 40 തന്നെ കിട്ടാട്ടാ. അതിപ്പോ എന്താ പറയാ, അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ കഥകൾ എന്ന് പറയുന്നത്. 2 കിലോമീറ്റർ ദൂരെ പോയിട്ട് നമ്മൾ അവരെടുക്കുന്നത്. അപ്പോഴും നമ്മൾക്ക് 40 രൂപയാണ്. ഇനിയിപ്പോ അങ്ങാടിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ കൊണ്ടുവിടുകയാണെങ്കിലും 40 തന്നെയാണ്. ശരിക്കും ഇത് അപ്പ് ആൻഡ് ഡൗൺ ചാർജാണ് വരേണ്ടത്. അപ്പ് ആൻഡ് ഡൗൺ ചാർജ് എന്ന് പറയുമ്പോൾ 2 കിലോമീറ്ററിന് 60 രൂപ വരും. അതാണ് വരേണ്ടത്. പക്ഷേ ഇത് കിട്ടലില്ല. അതേപോലെ 10 രൂപ വേറെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കത്തിന്ന് പോവുകയും ചെയ്യും. ഈ ഫോൺ ട്രിപ്പ് ഇപ്പൊ നമുക്ക് വല്ലാതെ ഇല്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. മുമ്പ് വിളിച്ചിരുന്ന ആളുകളൊന്നും ഇപ്പൊ വിളിക്കുന്നില്ല. നമുക്കും ആണെങ്കിൽ ഫോൺ ട്രിപ്പ് കൂട്ടാം, എന്നെ കൊണ്ട് പറ്റും ഫോൺ ട്രിപ്പ് കൂട്ടി കൊണ്ടുവരാൻ. പക്ഷെ എനിക്ക് സമയം തരണം. 1 മാസം സമയം തരുവാണെങ്കിൽ ഞാൻ ഫോൺ ട്രിപ്പ് കൂട്ടാം വേണമെങ്കിൽ. പക്ഷെങ്കിൽ പിന്നെയും നമ്മൾ യാത്ര ക്യാമ്പിംഗ് ഒക്കെ ആകുമ്പോഴേക്ക് വീണ്ടും ഇതൊക്കെ കൊഴിഞ്ഞു പോവും. വേണമെങ്കിൽ കൂട്ടാം. കൂട്ടി കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. പക്ഷെ 1 മാസമൊക്കെ സമയം തരണം, അപ്പഴേ നടക്കുള്ളൂ. ഇപ്പൊ സമയം എന്ന് പറയുന്നതേ 7 മണി ആവണേ. ടൗണിൽ നല്ല ബ്ലോക്കാണ്. ഞാനിത് ഇന്ന് ബ്ലോക്കും അല്ലാതെ പറയാത്ത വേറെ ഒന്നല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞതാണ്, ബ്ലോക്ക് കാണിച്ചതാണ്. പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥ നല്ല ബ്ലോക്കാണ്. എവിടെ വരെ എത്തിക്കണം എന്നുള്ളത് ഇപ്പൊ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ പോരുമ്പോഴേക്ക് 200 മീറ്റർ 300 മീറ്റർ ആ റേഞ്ചിക്ക് വന്നിക്കണം. ഓക്കെ, 400 മീറ്റർ റേഞ്ചിക്ക് വന്നിട്ടോ. ടൗണിന്റെ സെന്ററിൽ നിന്ന് 400 അല്ല 1/2 കിലോമീറ്റർ പോകുന്നുട്ടോ ബ്ലോക്ക്. 1/2 കിലോമീറ്റർ ബ്ലോക്കാണ്. ഇതിന് കാരണം പെരുന്നാളുണ്ട് ഒന്ന്, പിന്നെ സ്കൂള് തുറക്കാൻ വേണ്ടി പോവാണ് അതൊന്ന്, നാലുകൂടി ജംഗ്ഷനിൽ പോലീസുകാരില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ പ്രശ്നം. അത് നിയന്ത്രിക്കാൻ ആളില്ല, മനസ്സിലായോ? പിന്നെ ഞങ്ങളുടെ റവന്യൂ മന്ത്രി വരുന്നുണ്ട് എന്നാക്കി തോന്നുന്നത്, നമ്മുടെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബ്ലോക്കും ഉണ്ട്.
മൈക്കയിൽ ചാർജ് കുറവാണ്. എന്തൊക്കെയായാലും ഞാനിപ്പോൾ ഒരു 150 രൂപയുടെ ട്രിപ്പ് പോകുന്നതാണ്. റിട്ടേൺ വണ്ടൂർ ടൗണിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. ഒരുപാട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. റോഡൊക്കെ വളരെ മോശം റോഡ്. എന്തൊക്കെയായാലും ഞാനേ ഇത് കഴിഞ്ഞ് അങ്ങാടി പോയിട്ട് TV-ക്ക് പൈസ കയറ്റി ഞാൻ നേരെ വീട്ടിലേക്ക് തന്നെ കേട്ടാ. ഒരു 9 9:30 ആകുമ്പോഴേക്ക് വീട് കയറണം എന്ന് തന്നെയാണ് കയറുന്നത്. കുറച്ചു നേരം ആ പാലത്തിനൊക്കെ നിൽക്കണം. ഇന്നത്തെ പരിപാടി ഓട്ടം ഞാൻ നിർത്തി. എല്ലായിടത്തും ബ്ലോക്ക്, വാണിയമ്പലത്തും ബ്ലോക്ക്, പോരുന്ന വയലിൽ ബ്ലോക്ക്, വണ്ടൂർ ബ്ലോക്ക്, ആകെ ബ്ലോക്ക്. അപ്പോൾ ഇന്നത്തെ കളി നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി വീട്ടിലേക്ക് എത്തട്ടെ. 10 മണിക്ക് 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് വീട്ടിലേക്ക് എത്തിക്കണം. ആരെ ഇവിടെ കിടക്കണേ? ആര്യ? അപ്പോൾ വീട്ടിലെത്തിയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ബ്ലോക്ക് അത് ഇതൊക്കെ ആയിട്ട് ഓട്ടമുണ്ട്. അങ്ങാടിയിൽ നല്ല ഓട്ടമുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഓടാൻ വേണ്ടി പറ്റണില്ല. ഒരു ട്രിപ്പ് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു ചെറിയ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിന് തന്നെ നമുക്ക് അരമണിക്കൂറുള്ളൊക്കെ സമയം വരും. ബ്ലോക്കിൽ 10-20 മിനിറ്റ് നിൽക്കേണ്ട സാഹചര്യമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓടാൻ വേണ്ടി പറ്റണില്ല. ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. 1000 റുപ്യക്കാണ് ഓടിക്കണം. കറക്റ്റ് 1000 റുപ്യാണ്, ഒരു മാറ്റമല്ല. 1000 അല്ല 1190. 1200 റുപ്യ പറയാം. 1200 റുപ്യ കൂടി കോഴണ കൂട്ടി കഴിഞ്ഞാൽ ഉണ്ടാവും. 1200 ഉണ്ട്. അക്കൗണ്ടിൽ 200 റുപ്യ വരെയാണ്. അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. നല്ല വീഡിയോ ഇതേപോലെയൊക്കെ തന്നെ. ഓക്കെ.